ധാവണി എടുത്ത ഈ സുന്ദരിക്കുട്ടി ആരാണ്? ആൻസർ ആയിരുന്നോ? അല്ല വെറുതെ പറയും അല്ല പിന്നെ ആൻസർക്ക് ഇത്രയും സൗന്ദര്യം ഇല്ല. ആൻസറുടെ കേട്ട് പഠിച്ചാരോ വന്നതാണോ? ആൻസർ ആണെങ്കിൽ ഒന്ന് പോയ നല്ല ശക്തിയായിട്ടാ പറയുന്നത്. പണ്ടൊരു ആൻസർ ആണെങ്കിൽ നമുക്കറിയായിരുന്നു. ഉരുളക്കുപ്പേരി പോലെ എന്നൊക്കെ വിളിച്ചു. ആൻസർ അല്ല ഇത്, വേറെ വഴിതെറ്റി വന്ന ആരോ. പനിയുടെ വഴി പോയപ്പോഴത്തേക്ക് ഇവിടെ ഷൂട്ടിംഗ് കാണാൻ വന്ന ആരോ ഒരു സുന്ദരി അല്ലേ? പക്ഷെ ഇത് ഇച്ചിരി സൗന്ദര്യം കൂടിപ്പോ പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നല്ലേ ഇവിടെ. ഇച്ചിരി സൗന്ദര്യം കൂടിയാലും അത് ബാക്കി പിള്ളേരിൽ നിന്നും ഭയങ്കര ഒരു വ്യത്യാസമായിട്ട് നിൽക്കും. കാരണം പാട്ടാണ് നമുക്ക് ഇവിടെ വേണ്ടത്. സൗന്ദര്യം പാടുമോ നോക്കാം നമുക്ക്. അതെ, കാരണം എന്തായാലും ഞങ്ങക്ക് വിശ്വാസമില്ല. ഏത് പാട്ടാ പാടുന്നത്? തേങ്ങാപ്പൂളും കൊക്കിലുതുക്കി. തേങ്ങാപ്പൂളും കൊക്കിലുതുക്കി. ഏത് സിനിമയാ? ബസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാൻ. ബസന്തി അത് ബംഗാളി ഹിന്ദി. അപ്പൊ ഇത് ആൻസർ അല്ല. അല്ല അങ്ങനെയാണെങ്കിൽ വാസന്തി എന്ന് പറയത്തില്ല, ബസന്തി എന്ന് പറയൂ. ഇത് ബംഗാളിയാന്ന് തോന്നുന്നു. ബസന്തി എന്ന് പറയാ. സിനിമയുടെ പേരെന്തോ? സിനിമയുടെ പേര് ബസന്തി. ഇപ്പൊ ഞാനായി. അയ്യോ ഇത് ബംഗാളി ഒരു വേഷം മാറി വന്നിരിക്കുന്നതാ. അതാണ് ബസന്തി എന്ന് പറയണേ. ബസന്തി മനസ്സിലായ? വാസന്തിയാണ് ചക്കര. വാസന്തി പറ. വാസന്തി. വാസന്തിയല്ല, വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും. അതെ. ബാക്കി ഡീറ്റെയിൽസ്. സിനിമയുടെ ഇയർ 1999 and singer യേശുദാസ് sir and സുജാത ma'am and മൈക്കെടുത്ത് തലയ്ക്ക് ഡേഞ്ചർ. നീ സിനിമയുടെ പാട്ട് എഴുതിയത് എന്ത്? മോളെ മോഹൻ സിത്താര, യൂസഫ് അലി കച്ചേരി, എനിക്ക് പറയാൻ ദാസേട്ടനും സുജുവും. സുജുവാ? വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും. പിന്നെ വർഷം 1999. ഓക്കെ, ശരി. ഇന്ന് നമ്മുടെ ഷൂട്ടിംഗ് നടക്കുന്ന ദിവസം കലാഭവൻ മണി ചേട്ടന്റെ ഓർമ്മ ദിനമാണ്. 9 വർഷമായി അദ്ദേഹം നമ്മളെ വിട്ടുപോയിട്ട്. പക്ഷേ നമുക്ക് ഒരിക്കലും തോന്നില്ല. കാര്യം എന്താണെന്നറിയോ? അദ്ദേഹത്തിന്റെ പാട്ടുകളിലൂടെയും അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തിലൂടെയും മനുഷ്യരെ സഹായിക്കുന്ന, മനുഷ്യനെ മനുഷ്യനായിട്ട് കാണുന്ന പൂർണ്ണതയുള്ള ഒരു വ്യക്തിയാണ് കലാഭവൻ മണി. അതുകൊണ്ട് നമ്മൾ എവിടെ പോയി കഴിഞ്ഞാലും ലോകത്തിന്റെ ഏത് കോണില് കലാഭവൻ മണിക്ക് ഒരു സ്ഥാനമുണ്ട്, ഒരു കസേരയുണ്ട്. അദ്ദേഹം വിട പറഞ്ഞു എന്ന് പറയുന്ന അത് വേറെ. പക്ഷെ അദ്ദേഹത്തിന് ഇന്നും എല്ലാ മനുഷ്യ മനസ്സുകളിലും ഒരു സ്ഥാനമുണ്ട്. അതൊരു യഥാർത്ഥ മനുഷ്യസ്നേഹി ആയിരുന്നുകൊണ്ടുള്ള ഒരു വലിയ സ്നേഹമാണ്. എന്തായാലും ആ ഓർമ്മകൾ ഞാൻ എൻ്റെ മനസ്സിൽ ഒരു പൊന്നുപോലെ സൂക്ഷിക്കുന്നു. പ്രത്യേകിച്ച് ഈ വിസ്താരയിലും കൂടി ഇങ്ങനെ ഇത് കാണുമ്പോൾ ഒരു വല്ലാത്തൊരു പവർ ആ മുഖത്തിന്റെ ഒരു അല്ലേ നിങ്ങൾക്ക് തോന്നില്ലേ? ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.